ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ? ഞങ്ങളുടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇതുപോലെ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോഴൊന്നും അല്ല, ഒരു 2 ആഴ്ച മുന്നെയാണ് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ടൈറ്റിലും തമ്പനിയിലൊക്കെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ. ഷീ ഇൻഡെക്സ് കാർഡ് സിസ്റ്റത്തിനെ കുറിച്ച് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ എന്നാണ് ചോദിച്ചത് കേട്ടോ. അപ്പോൾ ഇതിനെക്കുറിച്ച് എനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേൾക്കുന്നത്. ഞാൻ അപ്പോൾ തന്നെ കമൻറ്റിൽ റിപ്ലൈ കൊടുത്തായിരുന്നു. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് പഠിച്ചതിന് ശേഷം വീഡിയോ ചെയ്യാമെന്നാണ് പറഞ്ഞിരുന്നത്. ഞാൻ 2 ആഴ്ച കൊണ്ട് അത് പ്രിപ്പയർ ചെയ്തതാണ്. അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ ഇതിൻ്റെ പേര് കേൾക്കുമ്പോൾ ആരും പേടിക്കുകയൊന്നും വേണ്ട. ഈസി ആയിട്ട് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണ് കേട്ടോ. ഇത് ഏറ്റവും കൂടുതൽ നമ്മുടെ ഹോം മേക്കിംഗ് ഈസി ആക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു ടെക്നിക്കാണിത്. നമ്മൾ കോൺമാരി മെത്തേഡ് പറഞ്ഞില്ലേ, അതുപോലെയല്ല ഇത് വേറൊരു സംഭവമാണ് കേട്ടോ. അപ്പോൾ എന്താണെന്നുള്ളത് നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടു നോക്കും. ഉറപ്പായിട്ടും ഹോം മേക്കേഴ്സിന് ഇത് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ SHE അല്ലെങ്കിൽ ഷീ ഇൻഡെക്സ് കാർഡ് സിസ്റ്റം എന്നാണ് ഇതിൻ്റെ പേര്. സൈഡ് ട്രാക്ഡ് ഹോം എക്സിക്യൂട്ടീവ്സ് എന്നാണ് ഇതിൻ്റെ ഫുൾ ഫോം വരുന്നത് കേട്ടോ. ഇത് ഏറ്റവും കൂടുതൽ പ്രൊഡക്ടിവിറ്റി കൂട്ടാനും അതുപോലെ തന്നെ ഹോം ഓർഗനൈസ് ആക്കി വെച്ചേക്കാനും ഒക്കെയാണ് ഇതിൽ ഈ ഒരു മെത്തേഡ് ഹെൽപ്ഫുൾ ആവുന്നത്. അതുപോലെ തന്നെ നമ്മൾ സാധാരണ ചെയ്യുന്ന രീതിയിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് കേട്ടോ ഇത് ചെയ്യുന്നത്. കുറച്ച് കാർഡ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മളിത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്, നിങ്ങൾ കണ്ടാൽ മതി. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് കളർ പേപ്പേഴ്സ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് കാർഡ്സ് ഇതുപോലെ ഷേപ്പ് ചെയ്ത് വെട്ടിയെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വിസിറ്റിംഗ് കാർഡ്സ് ഒക്കെ യൂസ് ചെയ്യാം. എന്തെങ്കിലും കട്ടിയുള്ളൊരു കാർഡ് അല്ലെങ്കിൽ സാധാരണ വൈറ്റ് പേപ്പർ ആയിരുന്നാലും മതി. അപ്പം ഞാനിവിടെ പലതരത്തിലുള്ള കളറിലുള്ള കാർഡ്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തിനാണ് ഈ കളറിൽ സെപ്പറേറ്റ് ആയിട്ടൊക്കെ എടുക്കുന്നതെന്നൊക്കെ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം കേട്ടോ. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ഇതിൻ്റെ ഹിസ്റ്ററി ഒന്ന് നോക്കാം. പാം യങ് ആൻഡ് പെഗ്ഗി ജോൺസ് എന്ന് പറയുന്ന 2 വ്യക്തികളാണ് ഈ ഒരു സൈഡ് ട്രാക്ഡ് ഹോം എക്സിക്യൂട്ടീവ്സ് എന്ന് പറയുന്ന ഈ ബുക്ക് എഴുതിയത്. അപ്പോൾ ആ ബുക്കിൻ്റെ പേര് ഇങ്ങനെയാണ്, സൈഡ് ട്രാക്ഡ് ഹോം എക്സിക്യൂട്ടീവ്സ് ഫ്രം പിഗ്മെന്റ് ടു പാരഡൈസ് എന്നാണ് കേട്ടോ ഒരു ബുക്കിൻ്റെ പേര്. 2 ലേഡീസാണ് ഇത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് വീട്ട് ജോലികൾ ഈസി ആക്കുന്നത് എന്നതിനെ കുറിച്ചാണ് ഇനിയിപ്പോൾ ഇതിൽ പറയുന്നത്. അപ്പോൾ 1970കളിലാണ് അവരിത് ഇംപ്ലിമെൻറ്റ് ചെയ്തത്. ശരിക്കും ഹോം മേക്കിംഗ് ഭയങ്കര ടഫാണ്, അല്ലെങ്കിൽ ഭയങ്കര മടി പിടിച്ചിരിക്കുന്ന ആൾക്കാർക്കൊക്കെ ഇത് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമ്മളിത് ഇതുപോലെ കാർഡ്സുകൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ പല നിറത്തിലുള്ള കാർഡ്സുകളാണല്ലോ എടുത്തിരിക്കുന്നത്. ഓരോ ടാസ്കിനെ ബേസ് ചെയ്തിട്ടാണ് ഇങ്ങനെ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ മഞ്ഞയും ചുമപ്പും പച്ചയും വെള്ളയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോ കളറും എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളത് നമ്മൾ ഫസ്റ്റ് തന്നെ നിശ്ചയിക്കുക. ഡെയിലി ടാസ്ക് ചെയ്യാനാണോ, വീക്ക്ലി ടാസ്കിനാണോ, മന്ത്ലി ടാസ്കിനാണോ എന്നുള്ളത് നമ്മൾ സ്വയം ഒന്ന് തീരുമാനിക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മളിതിലേക്ക് ഓരോ ടാസ്കുകളും ഓരോ കാർഡിലായിട്ട് എഴുതി വെക്കുക. ഇവർ പറയുന്ന രീതി അനുസരിച്ചാണെങ്കിൽ ഒരു കാർഡിൽ ഒരൊറ്റ ടാസ്ക്കാണ് എഴുതേണ്ടത്. അല്ലാതെ ഞാൻ എഴുതുന്നത് പോലെ ഇപ്പം എല്ലാ ടാസ്കും കൂടി ഒറ്റ കാർഡിലല്ല എഴുതേണ്ടത്. ഞാനിപ്പോൾ ഇങ്ങനെ എഴുതിയ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് കാര്യം മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ഏറ്റവും വലിയൊരു ഉപയോഗം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ മറന്നു പോകും അല്ലേ. ഡെയിലി ലൈഫിൽ നമ്മളിപ്പോൾ ക്ലീനിങ് മാത്രമല്ലല്ലോ, നമുക്ക് എന്ത് കാര്യം വേണമെങ്കിലും ഇതിൽ എഴുതാം. എന്തെങ്കിലും നമുക്കിപ്പോൾ ഒരു മീറ്റിംഗ് ഉണ്ടെങ്കിലോ, എന്തെങ്കിലും ഒരു ഡോക്ടറിൻ്റെ അപ്പോയിൻമെൻറ്റ് ഉണ്ടെങ്കിലോ, ഇല്ലെങ്കിൽ കുട്ടികളുടെ പഠിത്തത്തിനെ കുറിച്ചോ, നമ്മൾ ഡെയിലി ലൈഫിൽ ഫോളോ ചെയ്യുന്ന എന്ത് കാര്യം വേണമെങ്കിലും നമുക്ക് എഴുതാം. ഇത് ചെയ്യുന്നത് കൊണ്ടുള്ളൊരു ഉപയോഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമ്മൾ കാണുന്നൊരു സ്ഥലത്തായിരിക്കും ഇത് വെക്കുന്നത്. ആദ്യം നമുക്ക് ഇതുപോലെ എഴുതി വെച്ചതിന് ശേഷം ഇതുപോലൊരു ടൈറ്റ് ആയിട്ടുള്ളൊരു ബോക്സിനകത്ത് അല്ലെങ്കിൽ ഒരു ഓപ്പൺ ബോക്സിനകത്ത് ഈ കാർഡ്സ് ഇങ്ങനെ ഇട്ട് വെച്ചേക്കാണ് വേണ്ടത്. ഇപ്പോൾ ഒരു മാസത്തേക്കാണ് നമ്മൾ ഈ ഒരു കാർഡ് പ്രിപ്പയർ ചെയ്യുന്നതെന്നുണ്ടെങ്കിലുണ്ടല്ലോ, നമുക്ക് 30 ദിവസത്തേക്ക് വേണ്ടിയിട്ടുള്ള ഒരു റുട്ടീൻ നമുക്കിങ്ങനെ എഴുതി വെക്കാം. നമ്മൾ ഓരോ തവണ ഓരോ റുട്ടീൻ ചെയ്യുമ്പോഴും ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഈ കാർഡ് എടുത്ത് ബാക്കിലോട്ട് വെക്കുകയാണ് വേണ്ടത്. നമ്മളിത് വെറുതെ എഴുതി വെച്ചിട്ട് കാര്യമില്ല. നമ്മൾ കാണുന്ന ഭാഗത്ത് വെച്ചിട്ട് എന്ത് ടാസ്ക്കാണോ എഴുതിയേക്കുന്നത് ആദ്യം ആ ടാസ്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുക. ഇത് ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് ആയിരിക്കുന്നത് എനിക്ക് തോന്നുന്നത് വർക്കിംഗ് മോംസിനായിരിക്കും. അതുപോലെ തന്നെ ചെറിയ കുട്ടികളുള്ള അമ്മമാർക്കും അതുപോലെ തന്നെ എന്താണ് മടി പിടിച്ചിരിക്കുന്ന വീട്ടമ്മമാർക്ക് ബെസ്റ്റ് സംഭവമാണ്. അപ്പോൾ ഇത് നമ്മുടെ ഇന്ത്യയിലല്ല ഈ ഒരു സംഭവം ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത്, വെളിനാട്ടിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ അവിടുത്തെ ആളുകൾ ഇത് ഫോളോ ചെയ്യുന്നതുകൊണ്ട് ഒത്തിരി പേര് സക്സസ് ആയിട്ടുണ്ട്. ശരിക്കും മോഡേൺ ഹോം മേക്കിങ്ങിന് ഏറ്റവും അധികം ഹെൽപ്ഫുൾ ആണെന്നാണ് പറയുന്നത് കേട്ടോ ഈ ഒരു മെത്തേഡ്. അപ്പം ഞാൻ ഇത് ജസ്റ്റ് കാർഡ്സ് ഇങ്ങനെ എഴുതിയിട്ട് ഒരു ബോക്സിനകത്ത് ആക്കി വെച്ചിട്ടുണ്ട്. ഇതെപ്പോഴും നമ്മുടെ ഒരു സ്റ്റഡി ഏരിയയിലോ അല്ലെങ്കിൽ നമ്മുടെ ഒരു വർക്കിംഗ് ടേബിളിലോ അല്ലെങ്കിൽ ഡൈനിങ് ടേബിളിലോ ഒക്കെ ഇത് വെച്ചേക്കണം. നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഉടനെ തന്നെ ഈ സംഭവം കാണുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ജോലികൾ ചെയ്യും എന്നാണ് പറയുന്നത്. ശരിക്കും ഞാനിത് ഫസ്റ്റ് ടൈം കേട്ടപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ടാണ് തോന്നിയത്. കാരണം നമ്മുടെ ഇന്ത്യയിൽ എസ്പെഷ്യലി കേരളത്തിൽ ഹോം മേക്കിങ്ങിനെ കുറിച്ച് ഇത്രയും ആധികാരികമായിട്ട് ഞാനൊന്നും തന്നെ കണ്ടിട്ടില്ല. ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു സംഭവത്തെക്കുറിച്ച് അറിയുന്നത്. അപ്പോൾ ആ കമൻ്റ് ഇട്ട
കുട്ടിക്ക് ഒത്തിരി താങ്ക്സ് ഉണ്ട് ഇങ്ങനെ ഒരു സംഭവം എനിക്ക് പഠിക്കാനായിട്ട് സാധിച്ചതിൽ. അപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് കുറച്ചും കൂടി ഹോം മേക്കിംഗ് ഈസി ആക്കാനായിട്ട് പറ്റും. പിന്നെ ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ലൈഫ് ലോങ് റുട്ടീൻസ് നമുക്ക് ഇതിൽ എഴുതി വെക്കാൻ പറ്റും എന്നുള്ളതാണ്. കാരണം നമ്മൾ ഡെയിലി ഈ കാർഡ്സ് ബേസ് ചെയ്തിട്ടാണല്ലോ ജോലികൾ ചെയ്യുന്നത്. പലരും പല സമയത്തും മടി പിടിച്ചിരിക്കാറുണ്ടല്ലേ, ക്ലീനിങ് ഒക്കെ ചെയ്യാനായിട്ട് ഭയങ്കരമായിട്ട് മടിയായിരിക്കും ചിലർക്ക്. ചില സമയത്ത് നമുക്കൊരു മോട്ടിവേഷൻ കിട്ടത്തില്ല. പക്ഷേ ഈ ഒരു കാർഡിൻ്റെ ഒരു ഉപയോഗം എന്ന് പറയുന്നത് നമ്മൾ കാണുന്ന സ്ഥലത്ത് വെച്ചേക്കുന്നതുകൊണ്ട് തന്നെ എപ്പോൾ നമ്മൾ കണ്ടാലും അപ്പോൾ തന്നെ നമ്മൾ പണികൾ അങ്ങോട്ട് ചെയ്ത് തുടങ്ങും. പിന്നെ ഓരോ തവണ ഞാൻ പറഞ്ഞില്ലേ, കാർഡ് നമ്മൾ ജോലി ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ കാർഡ് എടുത്ത് പുറകിലോട്ട് വെക്കുകയാണ് വേണ്ടത്. കാരണം ഇപ്പം നമ്മളിപ്പോൾ വീക്ക്ലി ടാസ്ക് ആണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ആ വീക്കിലത്തെ ആ ഒരു ക്ലീനിങ് അല്ലെങ്കിൽ ആ ഒരു റുട്ടീൻ ചെയ്ത് കഴിഞ്ഞിട്ട് കാർഡ് എടുത്ത് ബാക്കിലോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് വീക്ക് നമ്മളത് ഓപ്പൺ ചെയ്ത് അടുത്തത് എടുത്താൽ മതി. ഇപ്പോൾ ഡെയിലി ടാസ്കുകളാണ് എഴുതുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്ന ടാസ്ക് ഏതാണോ അത് ആദ്യം ചെയ്തിട്ട് ബാക്കിലോട്ട് അത് വെക്കുക, പിന്നെ അത് അടുത്ത കാര്യം ചെയ്യുക. അപ്പോൾ നമ്മളിങ്ങനെ 1 by 1 ആയിട്ട് നമുക്ക് ഒരു മടുപ്പില്ലാതെ നമുക്ക് ജോലികൾ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഒരു അടുക്കും ചിട്ടയും ജീവിതത്തിൽ ഇല്ലാതിരിക്കുകയോ അല്ലെങ്കിൽ ചില ജോലികൾ നമ്മളിങ്ങനെ സൈഡിലോട്ട് മാറ്റി വെക്കുമല്ലേ, അതാണ് സൈഡ് ട്രാക്ട് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ സ്കാറ്റേർഡ് ആയിട്ട് തിങ്സ് ഇങ്ങനെ കിടക്കുക, അല്ലെങ്കിൽ നമുക്ക് മൈൻഡിന് തന്നെ ഒരു ഒരു വല്ലാത്തൊരു അവസ്ഥയിൽ നമ്മൾ ഇരിക്കുമല്ലോ ചില സമയത്ത്, നമുക്ക് ജോലികൾ ചെയ്യാൻ പറ്റാത്ത സ്കാറ്റേർഡ് ആയിട്ട് ഇരിക്കുന്ന സമയത്തൊക്കെ ഈ ഒരു രീതി നമുക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആവുമെന്നാണ് പറയുന്നത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഇത് വീക്ക്ലി ബേസിലോ അല്ലെങ്കിൽ മന്ത്ലി ബേസിലോ സീസണൽ ടാസ്ക് വരെ നമുക്കിതിൽ എഴുതി വെക്കാനായിട്ട് പറ്റും. പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ്. ശരിക്കും ഇതിന് വേണ്ടത് ഇൻഡെക്സ് കാർഡ്സ് ആണ്. ഇൻഡെക്സ് കാർഡ് എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കാർഡാണ്. ഞാനിപ്പോൾ പല നിറത്തിലുള്ള കാർഡ്സ് എടുത്തുവെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു വൈറ്റ് പേപ്പർ എടുത്തിട്ട് ഓരോ ടാസ്കുകളായിട്ട് എഴുതാം. എന്നിട്ട് അതിൽ ജസ്റ്റ് ഒന്ന് കളർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും ഒരു സ്കെച്ച് പെന്നോ എന്തെങ്കിലും വെച്ചിട്ട് ഓരോ പേപ്പറിൻ്റെ മേലെ ഒന്ന് കളർ ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ ഡെയിലി ടാസ്കിന് വേണ്ടി ഞാനൊരു യെല്ലോ കളറാണ് യൂസ് ചെയ്യുന്നതെന്നുള്ള രീതിയിൽ അങ്ങനെ ചെയ്യാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കളർ വെച്ചിട്ട് ആ ഒരു ഇങ്ക് വെച്ചിട്ട് നിങ്ങൾക്ക് എഴുതാം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ ഏത് കളറാണ് യൂസ് ചെയ്യുന്നതെന്നുള്ളത് നിങ്ങൾക്കേ അറിയാവുള്ളൂ. അപ്പം അങ്ങനെ അതിന് പ്രത്യേകിച്ച് റൂളൊന്നുമല്ല, ഈ ഒരു കളർ തന്നെ ഈ ഒരു ടാസ്കിന് യൂസ് ചെയ്യണം എന്നൊന്നുമില്ല. നമ്മുടെ ഇഷ്ടമാണ് ഏത് കളറാണ് ചൂസ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പം അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന ഒരു ബോക്സ് ഉണ്ടല്ലോ. അപ്പം ഞാനിപ്പോൾ ആമയുടെ ഒരു പഴയ പെയിൻറ് ബോക്സാണ് എടുത്ത് വെച്ചേക്കുന്നത്. അപ്പം അതിൻ്റെ സൈസിനനുസരിച്ച് കട്ട് ചെയ്തിട്ടാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പാഴ്സൽ ബോക്സുകളുണ്ടെങ്കിൽ അതിനകത്ത് വെക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ബേസ് ബോർഡ് കവർ ഉണ്ടല്ലോ, നമുക്ക് ഈ പാഴ്സലൊക്കെ വരുന്ന അങ്ങനത്തെ ഇതുണ്ടല്ലോ, ഫുഡ് പാഴ്സൽ അല്ലാത്ത പാഴ്സൽ വരുന്നത്, അതിൽ വെക്കാം. ഏതെങ്കിലും ഒരു ബോക്സിനകത്ത് വെക്കുക. കാരണം നമ്മളിങ്ങനെ കാർഡ്സ് ഇങ്ങനെ അടുക്കി വെക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അടുത്ത് ഡെയിലി ടാസ്കുകളും വീക്ക്ലി ടാസ്ക് മന്ത്ലി ടാസ്ക് എല്ലാം കൂടി നമ്മൾ എഴുതുകയാണെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് പാർട്ടീഷൻ ചെയ്യാൻ പറ്റും. ഇല്ലെന്നുണ്ടെങ്കിൽ പ്രത്യേകം കളറിലുള്ള ഇതിൽ നമുക്ക് എഴുതി വെക്കാം. പാർട്ടീഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു പേപ്പർ അതിൻ്റെ ഇടയിൽ വെച്ച് കൊടുത്താൽ മതി. അപ്പം നിങ്ങൾക്ക് എല്ലാം അറിയാമെന്നുണ്ടെങ്കിൽ ഓരോ ടാസ്കിനും ഏത് കളറാണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാമെന്നുണ്ടെങ്കിലും വേറെ പ്രശ്നമൊന്നുമില്ല, സെപ്പറേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഈ ഒരു മെത്തേഡിൽ പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോ കാർഡിലും ഒരൊറ്റ ടാസ്ക്കാണ് എഴുതേണ്ടത്. ഞാനിപ്പോൾ ഒത്തിരി ടാസ്ക് ഒരു കാർഡിൽ എഴുതിയിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് ടൈം ചെയ്തത് കൊണ്ടാണ് അങ്ങനെ. അതും മാത്രമല്ല വീഡിയോയ്ക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് ഡെമോ കാണിക്കാൻ വേണ്ടിയിട്ടായതുകൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ എഴുതി വെച്ചത്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ടാസ്ക് എഴുതിയാൽ മതി. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ക്ലീനിങ് ബാത്റൂം, അല്ലെങ്കിൽ ബെഡ്ഷീറ്റ് ചേഞ്ചിങ്, അല്ലെങ്കിൽ കിച്ചൺ ഡീപ്പ് ക്ലീനിങ്, അല്ലെങ്കിൽ കൗണ്ടർ ടോപ്പ് ക്ലീനിങ്, അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം. അതുപോലെ എത്ര ടാസ്കുകൾ നമുക്ക് ഒരു ദിവസം ചെയ്യാനുണ്ടോ അത്രയും ടാസ്കുകൾ നമുക്ക് എഴുതാം. ഓരോ ടാസ്ക് ചെയ്തിട്ട് ഞാൻ പറഞ്ഞ പോലെ പുറകിലോട്ട് ഈ കാർഡിനെ മാറ്റി വെക്കാം. പിന്നെ അടുത്ത കാര്യം എന്ന് പറയുന്നത് കാർഡ് ബോക്സ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്തെങ്കിലും ഒരു ബോക്സ് എടുത്താൽ മതി. അതിന് പ്രത്യേകിച്ച് ഇന്ന ബോക്സ് തന്നെ വേണമെന്നൊന്നും ഇല്ല കേട്ടോ, ഏതെങ്കിലും ഒരു ബോക്സ് എടുത്താൽ മതി. പിന്നെ അടുത്ത കാര്യം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. നമുക്കിപ്പോൾ കളർ കോഡ് നമുക്ക് ഇഷ്ടമുള്ള കളർക്ക്, ഇപ്പോൾ ഞാനിപ്പോൾ വൈറ്റിന് ഡെയിലി ടാസ്ക്കാണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ബ്ലൂ കളറ് വീക്ക്ലി ടാസ്കിനായിരിക്കും, യെല്ലോ കളറ് മന്ത്ലി ടാസ്കിനായിരിക്കും, സീസണൽ ടാസ്കിന് പിങ്ക് കളറ്. ഏതാണോ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കളറ് ചൂസ് ചെയ്ത് എടുക്കാവുന്നതാണ് കേട്ടോ. പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ഇത് ചെയ്യുന്നത് കൊണ്ട് എന്ത് ഗുണമാണ് എന്നുള്ളതാണ്. അതായത് നമ്മളിത് ഓരോ ദിവസവും നമ്മൾ കാണുന്ന ഭാഗത്താണല്ലോ വെച്ചേക്കുന്നത്. അപ്പം നമ്മൾ എന്തായാലും മടി പിടിച്ചിരിക്കത്തില്ല. നമ്മൾ ഉറപ്പായിട്ടും ഓരോ ടാസ്കും നമ്മൾ കറക്റ്റായിട്ട് ചെയ്യും. നമുക്കിപ്പോൾ എത്ര മടിയുണ്ടെന്നുണ്ടെങ്കിലും നമ്മളത് കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മളതെടുത്ത് ചെയ്തു തുടങ്ങും. പിന്നെ ഏറ്റവും കൂടുതൽ ഹൗസ് ചോഴ്സ് നമുക്ക് ഈസി ആക്കുന്ന ഒരു സംഭവമാണ്. പിന്നെ നമുക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉള്ളവരാണല്ലേ നമ്മുടെ വീട്ടമ്മമാർ. പലപ്പോഴും നമ്മൾ മറന്നു പോകുന്നൊരു കാര്യം എന്ന് പറയുന്നത് സെൽഫ് കെയറും സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റും റീഡിങ്ങും നമ്മുടെ ഹോബീസിനൊക്കെ ഉള്ള ഇതാണ്. അപ്പം അങ്ങനെ ഒരു കാര്യമാണ് നിങ്ങൾക്ക് ഇതിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ടെങ്കിൽ അത് എഴുതി വെക്കാം. നിങ്ങൾ ഒട്ടും ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത നിങ്ങളുടെ ഡെയിലി ലൈഫിലെ കാര്യങ്ങളും വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്ത് വെക്കാം.
ഇൻഡെക്സ് കാർഡ് സിസ്റ്റം എന്ന് പറയുന്നത് വെറും വീട്ടു ജോലികൾ മാത്രം ചെയ്യാൻ വേണ്ടിയിട്ടല്ല എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ സെൽഫ് കെയറിൻ്റെ കാര്യങ്ങൾ എഴുതാം. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും പുറത്തെന്തെങ്കിലും ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യണോ, ഈവൻ നിങ്ങൾക്കിപ്പോൾ ഫാമിലിയിലൊരു ഫംഗ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മാരേജ് ഫംഗ്ഷൻ ഉണ്ട്, അതൊക്കെ നമുക്ക് എഴുതി വെക്കാം. നമ്മൾ പണ്ടൊക്കെ എന്താണ് ചെയ്യുന്നത്, നമ്മളിങ്ങനെ കലണ്ടറിലല്ലേ എഴുതി വെക്കുന്നത്. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് നമുക്ക് കൂടുതൽ ഈസി ആക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കാര്യം ഹെൽപ്പ് ചെയ്യും. അതിനേക്കാളും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൻ്റെ ഉപയോഗം കുറയ്ക്കും. അതായത് നമ്മൾ ഏറ്റവും കൂടുതൽ ഫോൺ നോക്കുന്നത് നമ്മുടെ ഒരു ശീലമായി മാറിയിരിക്കുകയാണല്ലേ നമ്മുടെ ഡെയിലി ലൈഫിൽ. അപ്പോൾ ആ ഒരു സംഭവം ഇതുവഴി ഒഴിവാക്കാനായിട്ട് പറ്റും. നമുക്കിപ്പോൾ സമയം ഇല്ല എന്ന് പറഞ്ഞ് നമ്മളെല്ലാവരും മടി പിടിച്ചിരിക്കുന്നവരാണ് ഏറെ കൂടുതലും. പക്ഷേ എന്നാലും നമ്മൾ ഫോൺ നോക്കാനായിട്ട് എപ്പോഴും നമ്മൾ സമയം കണ്ടുപിടിക്കാറുണ്ട്. അപ്പം ആ സമയത്ത് ഈ ഒരു ഇൻഡെക്സ് കാർഡ് നമ്മുടെ മുന്നിലിരിക്കുകയാണെങ്കിൽ നമ്മൾ ഒരിക്കലും ആ ഒരു ഫോൺ എടുത്ത് വെച്ച് നോക്കിക്കൊണ്ടിരിക്കത്തില്ല. കാരണം നമുക്ക് റെസ്പോൺസിബിലിറ്റീസ് നമ്മൾ എഴുതി വെച്ചേക്കുമല്ലേ. അപ്പോൾ നമ്മൾ കൃത്യസമയത്ത് എഴുതി തീർക്കണമെന്ന് നമ്മുടെ മൈൻഡ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ ജീവിതത്തിന് ഒരു അടുക്കും ചിട്ടയും വരും. നിങ്ങളുടെ ലൈഫ് ഭയങ്കരമായിട്ടൊന്ന് ഓർഗനൈസ്ഡ് ആവും. അതുപോലെ തന്നെ കുറച്ചൊന്ന് കസ്റ്റമൈസ്ഡ് ആവുകയും ചെയ്യും. പിന്നെ നിങ്ങൾക്ക് ഡെയിലി ടാസ്കുകൾ ചെയ്യാനായിട്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്നവരുണ്ടായിരിക്കും. ചിലപ്പോൾ സ്പീഡ് കിട്ടുന്നില്ല എന്ന് പറയുന്നവരുണ്ട്. അതുപോലെ തന്നെ എനിക്ക് പറ്റുന്നില്ല, അല്ലെങ്കിൽ എന്നെക്കൊണ്ട് എല്ലാം കൂടി മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ വിചാരിക്കുന്ന ഒത്തിരി ഹോം മേക്കേഴ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഇങ്ങനെ എഴുതി വെച്ചിട്ട് ചെയ്യുമ്പോഴത്തേക്കും 1 by 1 ആയിട്ട് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ തന്നെ അറിയത്തില്ല കേട്ടോ. മാത്രമല്ല ഏറ്റവും വലിയൊരു ഇതിൻ്റെ പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത്, ചെറിയ കാര്യം വേണമെങ്കിലും നമുക്ക് എഴുതി വെക്കാം. അപ്പോൾ എഴുതി വെച്ചിട്ട് നമ്മൾ കൃത്യമായിട്ട് നമ്മളത് ചെയ്ത് പോരുമ്പോൾ ഡെയിലി നിങ്ങൾ എന്തുമാത്രം കാര്യങ്ങൾ ചെയ്തു എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. അപ്പോൾ ഇത് ശരിക്കും ഒരു ഗെയിം പോലെയാണ് കേട്ടോ. നമ്മൾ അങ്ങനെ ഭയങ്കരമായിട്ട് സ്ട്രെസ്ഫുൾ ആയിട്ടല്ല ഇത് ചെയ്യുന്നത്. ശരിക്കും നമ്മുടെ കുട്ടികൾ കളിക്കുന്ന പോലത്തെ ഒരു രീതിയാണത്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി നല്ല ഈസി ആയിട്ട് ഹോം മേക്കിംഗ് എൻജോയ് ചെയ്യാൻ പറ്റും. നമുക്ക് ഭയങ്കരമായിട്ട് ഹോം മേക്കിംഗ് അങ്ങനെ സ്ട്രെസ്ഡ് ആയിട്ട് തോന്നത്തില്ല. കുറച്ചും കൂടി നമുക്ക് നല്ല ഹെൽപ്ഫുൾ ആയിരിക്കും വീട്ടുകാര്യങ്ങൾ ചെയ്യാനായിട്ട്. അപ്പോൾ ഹോം മേക്കിംഗ് ഭയങ്കര ടഫാണ്, അല്ലെങ്കിൽ ഭയങ്കര ഇത് ഇറിറ്റേഷൻ ആണെന്നൊക്കെ വിചാരിക്കുന്ന ആളുകൾക്ക് ഇത് ഒരുപാട് ഉപയോഗപ്പെടുന്നതാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് നിങ്ങൾ ഡെയിലി നിങ്ങളുടെ ഹാബിറ്റ് ട്രാക്കിംഗ് ഒക്കെ എഴുതി വെക്കാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഗോൾ സെറ്റിങ്സ്, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഗോൾസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എഴുതി വെക്കാം. അതിന് വേണ്ടി നിങ്ങൾക്ക് വർക്ക് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ വെള്ളം കുടിക്കുന്നത്, അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് സെൽഫ് കെയർ ചെയ്യുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റും. അപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് കേട്ടപ്പോഴത്തേക്കും. അപ്പം ഞാനിത് ഈ സംഭവത്തിനെ കുറിച്ച് വീഡിയോസൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഇംഗ്ലീഷിലാണ് കൂടുതൽ വീഡിയോസും വന്നത്. മലയാളത്തിൽ അങ്ങനെ വീഡിയോസൊന്നും ഞാൻ കണ്ടില്ല, തമിഴിലും കണ്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഇത് കുറച്ച് ടൈം എടുത്തു ഇതെന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇങ്ങനെയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം നിങ്ങൾ ഇതിനെക്കുറിച്ച് മുന്നേ കേട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്തേക്കണം. സാധാരണ ഞാനാണെങ്കിൽ ഇതിന് മുന്നേ ഇതുപോലൊരു ഡയറി എടുത്തിട്ട് ഡെയിലി ജേണൽ എഴുതുന്നത് പോലെ എഴുതി വെക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. നമുക്കിപ്പോൾ ഡെയിലി ടാസ്കുകൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മളിങ്ങനെ എഴുതി വെക്കുക, അതായത് ഡയറിയിലാണ് എഴുതി വെക്കുന്നത്. ചിലപ്പോൾ നമ്മൾ ഈ ഡയറി ബുക്ക് അല്ലെന്നുണ്ടെങ്കിൽ ഇതൊക്കെ നമ്മൾ എവിടെയെങ്കിലും കൊണ്ട് വെച്ചേക്കും. എപ്പോഴും നമുക്കതെടുത്ത് നോക്കാനായിട്ടുള്ളൊരു സമയം കിട്ടത്തില്ലല്ലോ. അപ്പോൾ ചില സമയത്ത് അതൊക്കെ അങ്ങോട്ട് മിസ്സായി പോവുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്കും ഈ ഒരു സംഭവം ഞാൻ കേട്ടപ്പോൾ എനിക്കിത് കുറേ കൂടി യൂസ്ഫുൾ ആയിട്ട് തോന്നി. കാരണം ഞാൻ ഈ വീഡിയോയും കൂടി എടുക്കുന്നത് കൊണ്ട്, ഇതിനിടയിൽ എൻ്റെ വീട്ടുപണികളും കൂടി നടക്കുന്നതുകൊണ്ട് ഇങ്ങനെ ഒരു സംഭവം എൻ്റെ കൺമുന്നിലുണ്ടെങ്കിൽ എനിക്ക് കുറച്ച് ഈസി ആവുമെന്ന് എനിക്കൊരു തോന്നലുണ്ടായി. പിന്നെ മാത്രമല്ല എനിക്ക് തോന്നിയൊരു മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ ടാസ്കുകളിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ ഭയങ്കരമായിട്ടുള്ളൊരു വലിയൊരു ടാസ്ക് ഒന്നും എഴുതി വെക്കേണ്ട കാര്യമില്ല. ചെറിയ ചെറിയ ടാസ്കുകളിലൂടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ വലിയ വലിയ ക്ലീനിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് എഴുതാൻ പറ്റും. അപ്പം ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പം നിങ്ങൾ എന്തായാലും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇതൊരു സൂപ്പർ സംഭവമാണ് കേട്ടോ. അപ്പം എന്തായാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. പിന്നെ നമുക്ക് ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ മീൽ പ്രിപ്പിനെ കുറിച്ചൊക്കെ എഴുതി വെക്കാം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം എനിക്കൊരു കമൻറ്റ് വന്നൊന്നും ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് ദിവസം മുന്നേ വന്ന കമൻറ്റാണ്, മീൽ പ്രിപ്പ് ഒട്ടും ചെയ്യാൻ പറ്റുന്നില്ല, ഭയങ്കര ടഫായിട്ട് തോന്നുന്നു എന്നൊക്കെ. അതിനെത്തിപ്പോൾ നിങ്ങൾക്കിപ്പോൾ മീൽ പ്രിപ്പ് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ ഇതുപോലെ ഒരു ലിസ്റ്റ് ഔട്ട് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് ഗ്രാജുവലി നിങ്ങൾക്ക് കുറേശ്ശെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ ഈ ഒരു സംഭവം തുടക്കത്തിൽ തന്നെ ഹെവി ആയിട്ടുള്ള ഡ്യൂട്ടീസ് ഒന്നും എഴുതി വെക്കരുത്. ചെറിയ ചെറിയ കാര്യങ്ങൾ എഴുതി വെച്ചിട്ട് പിന്നെ നിങ്ങൾക്ക് വലിയ വലിയ പണികളിലോട്ട് പോകാം. ഇതിപ്പോൾ നമ്മൾ ഒരു 10-15 ദിവസം തന്നെ ഈ ഒരു രീതിയിൽ കാര്യങ്ങൾ ഫോളോ ചെയ്യുമ്പോൾ നമ്മുടെ ഡെയിലി റുട്ടീൻ്റെ ഒരു ഭാഗമായിട്ട് മാറും. അതിപ്പോൾ എന്ത് കാര്യമാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഞാനതൊരു ബുക്കിൽ വായിച്ച കാര്യമാണ് കേട്ടോ. നമ്മൾ എന്ത് കാര്യവും നമ്മൾ ഒരു 30 ദിവസമെങ്കിലും പ്രാക്ടീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതറിയാതെ നമ്മുടെ റുട്ടീൻ്റെ ഭാഗമാകുമെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സംഭവം ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ
നിങ്ങൾക്ക് ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ കുറച്ചും കൂടി ഈസി ആവും. പിന്നെ നിങ്ങൾക്ക് ഒത്തിരി സമയം ലാഭിക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ സ്ട്രെസ് ഫ്രീ ആവും എന്നുള്ളതാണ് എനിക്ക് തോന്നിയൊരു കാര്യം. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഒരു കാര്യം ഫോളോ ചെയ്യൂ. അപ്പോൾ ഞാൻ എന്തായാലും കുറേ കാർഡ്സ് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം ഞാനിപ്പോൾ കുറേശ്ശെ ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഞാനിങ്ങനെ ഡയറിയിൽ എഴുതി വെച്ചിട്ട് അങ്ങനെയാണ് ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇതെനിക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് തോന്നി. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നതിനിടയിൽ തന്നെ നമ്മുടെ വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തേട്ടോ. അപ്പം ഞാൻ തുടക്കത്തിൽ കാണിച്ചില്ലേ ആ ഒരു ഡസ്റ്റിങ് ചെയ്തൊരു ബ്രഷ്. അപ്പം ഞാനത് മീഷോയിൽ നിന്ന് എടുത്തതാണ്. അപ്പോൾ ശരിക്കും കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഇത്രയും ലെങ്ത് ഉള്ളൊരു ഡസ്റ്റർ മേടിക്കണമെന്ന്. ഒത്തിരി നാളുമുണ്ട്, 2 വർഷത്തിൽ കൂടുതലായിട്ട് ഞാനിതിങ്ങനെ കാർട്ടിലിട്ടേക്കുമായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ റിവ്യൂ എന്ന് അറിയത്തില്ല. കുറച്ച് പേരൊക്കെ നല്ലതാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും മേടിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തതാണ്. അതേസമയം അത്ര നല്ല ക്വാളിറ്റി അല്ല എന്നും പറയുന്നുണ്ട്. അപ്പം ഞാൻ എന്തായാലും ഈ സമയത്ത് റേറ്റ് കുറഞ്ഞിരുന്ന സമയത്ത് എടുത്തതാണ്. അപ്പോൾ ആ സമയത്ത് നോക്കിയപ്പോഴത്തേക്കും അതിനൊരു എത്ര 110 എത്ര എന്തോ റേറ്റാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു റേറ്റ് കണ്ടപ്പോഴത്തേക്കും ഞാൻ ഓർത്ത് ലാഭമാണല്ലോ എന്ന് ഓർത്തിട്ട് എടുത്തതാണ്. അപ്പോൾ ഈ സംഭവം വീട്ടിൽ വന്നപ്പോഴത്തേക്കും എനിക്ക് അങ്ങനെ ഭയങ്കര ക്വാളിറ്റി ആയിട്ട് തോന്നിയില്ല. എന്നാലും നമുക്ക് സൂക്ഷിച്ച് ഉപയോഗിച്ചാൽ ഒത്തിരി നാൾ യൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് കേട്ടോ. ആ ബ്രഷിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. നല്ല ലെങ്താണ്. പിടിയുണ്ടല്ലോ ഒരു ഹാൻഡിൽ വരുന്നൊരു പോർഷൻ, അത് നമുക്കിങ്ങനെ വലുതാക്കി എടുക്കാനായിട്ട് പറ്റും. നമ്മൾ യൂസ് ചെയ്യുന്ന ബ്രൂം സ്റ്റിക്ക് പോലത്തെയൊക്കെ ഒരു മോഡലാണ്. അപ്പോൾ അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ സൂക്ഷിച്ച് നമ്മൾ യൂസ് ചെയ്യുക. ഒരുപാട് ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ ക്ലീനിങ്. പിന്നെ അത് ഏറ്റവും കൂടുതൽ എനിക്ക് ഹെൽപ്ഫുള്ളായിട്ട് തോന്നിയത് ഫാൻ ക്ലീൻ ചെയ്യാനാണ്. കാരണം ഇവിടെ എൻ്റെ ഹസ്ബൻഡാണ് എനിക്ക് ഫാന് ക്ലീൻ ചെയ്ത് തരുന്നത്. അപ്പോൾ പുള്ളി ഇല്ലാത്ത സമയത്ത് എനിക്ക് ഹൈറ്റ് കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഒരു ബ്രഷ് ഉള്ളത് കുറച്ചും കൂടി ഈസി ആയിട്ട് തോന്നി. അത് നമുക്കൊന്ന് വളച്ചൊക്കെ വെച്ചിട്ട് ഫാനിൻ്റെ ലീഫൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാം. എനിക്ക് തോന്നുന്നു ഡെയിലി നമ്മൾ അത് യൂസ് ചെയ്തിട്ട് ഫാൻ ഒന്ന് ഡസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഡസ്റ്റ് ആവത്തില്ല. അല്ലാതെ നമ്മൾ വല്ലപ്പോഴാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അഴുക്ക് പിടിച്ചിരിക്കും. നമ്മളത് ഡീപ്പ് ക്ലീനിങ് തന്നെ ചെയ്യേണ്ടി വരും. അപ്പം ഞാൻ എപ്പോഴും ഡീപ്പ് ക്ലീനിങ് ആണ് AC-യും ഫാനും ഒക്കെ ചെയ്യാറുള്ളത്. ഡെയിലി അങ്ങനെ ക്ലീൻ ചെയ്യാറില്ല. പിന്നെ ചുവരിൻ്റെ മേലത്തെ പോർഷനൊക്കെ നമുക്ക് നല്ലോണം ഡസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ നമുക്ക് കുറച്ച് സ്ലോ ആയിട്ട് ചെയ്തെടുത്താൽ മതി. ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റത്തില്ല എന്നേ ഉള്ളൂ. ഞാൻ ഈ വീഡിയോ സ്പീഡിൽ കാണിച്ചേക്കുന്നത് കൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്. അപ്പോൾ അതെനിക്ക് പറയണമെന്ന് തോന്നി. ഇത് ശരിക്കും വന്നിട്ട് കുറച്ച് ദിവസമായി. പക്ഷേ ഞാൻ ഇപ്പോഴാണ് ഇത് യൂസ് ചെയ്ത് ക്ലീൻ ചെയ്യുന്നത്. നവരാത്രിക്ക് വേണ്ടിയിട്ട് ക്ലീൻ ചെയ്തതാണ് കേട്ടോ. ഇത് ശരിക്കും 2 ആഴ്ച മുന്നേ എടുത്ത് വെച്ച വീഡിയോ ആണ്. ഞാനിന്ന് ലിവിംഗ് റൂമാണ് ഡീപ്പ് ക്ലീനിങ് ചെയ്തത്. സോഫയൊക്കെ ഒന്ന് കവറൊക്കെ ഒന്ന് മാറ്റണം, ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റണമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് തുണികൾ കഴുകിയത് വിരിക്കാനായിട്ട് ടെറസിൻ്റെ മേലെ പോയിട്ട് വന്നു. ഇതിനിടെ തന്നെ സോഫ കവറൊക്കെ മാറ്റിയിട്ടുണ്ട് കേട്ടോ. സോഫ കവറല്ല, ബെഡ്ഷീറ്റ് വെച്ചിട്ട് മാറ്റി. എങ്ങനെയുണ്ട് നമ്മുടെ പുതിയ സോഫ കവർ എന്നൊന്ന് പറഞ്ഞേക്കണേ, കമൻറ്റ് ചെയ്തേക്കും. പിന്നെ ഞാൻ വന്നിട്ട് കൈയോടെ തന്നെ തുണികൾ മടക്കി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ എപ്പോഴും മടി പിടിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് തുണികൾ കഴുകലും പാത്രങ്ങൾ കഴുകലും. പക്ഷേ അതിപ്പം ഞാൻ കൈയോടെ തന്നെ അങ്ങ് ചെയ്ത് വെക്കാറുണ്ട്. അപ്പോൾ ഹസ്ബൻഡിനോട് ഞാൻ കാര്യമൊക്കെ പറഞ്ഞിട്ടാണ് ഇങ്ങനെ തുണി മടക്കുന്നത്. അപ്പം നമുക്ക് ഇങ്ങനെ ഇഷ്ടമില്ലാത്ത ജോലികൾ ചെയ്യുന്ന സമയത്തുണ്ടല്ലോ, ഒന്നുകിൽ എന്തെങ്കിലും പാട്ട് വെച്ച് കേൾക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും സിനിമ കാണുകയോ അല്ലെങ്കിൽ ആരോടെങ്കിലും സംസാരിക്കുക. ഞാൻ കൂടുതലും നാട്ടിലെ അമ്മയെ ഫോൺ ചെയ്തുകൊണ്ടാണ് ഇത്തരം ജോലികൾ ചെയ്യുന്നത്. ഇല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ടിനെ ഫോൺ ചെയ്തിട്ട്, അഞ്ജുവിനെ ഫോൺ ചെയ്തിട്ട് ഇങ്ങനെ ജോലികൾ ചെയ്യും. അപ്പം നമുക്ക് അത്രയും അങ്ങോട്ട് ബോറടി തോന്നത്തില്ല. നമുക്കറിയാലോ നമ്മുടെ വീട്ടിൽ എന്ത് ജോലിയാണ് നമുക്ക് ബോറടിക്കുന്നതെന്ന്, അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ ഇഷ്ടമില്ലാത്തതെന്ന്. അപ്പോൾ നമുക്കത് ചെയ്യാതിരിക്കാനും പറ്റത്തില്ല. നമ്മൾ ഒറ്റയ്ക്കാണെങ്കിൽ എല്ലാം നമ്മൾ ഒറ്റയ്ക്ക് ചെയ്തേ പറ്റുകയും ചെയ്യുള്ളൂ. അപ്പോൾ അങ്ങനത്തെ സാഹചര്യത്തിൽ ഇങ്ങനെയൊക്കെ അങ്ങ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. തുണികൾ ഞാൻ ചില ദിവസങ്ങളിൽ മടി പിടിച്ചിട്ട് മടക്കാതെയൊക്കെ ഇട്ടേക്കും. ഒട്ടും വയ്യെങ്കിൽ മാക്സിമം കൈയോടെ തന്നെ മടക്കി വെക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ തുണികളൊക്കെ മടക്കി വെച്ചു. പിന്നെ ഇതിൽ തന്നെ ഭക്ഷണം കഴിച്ചിട്ടുണ്ട് ഞാനും ഹസ്ബൻഡും കൂടി. പിന്നെ അത് കഴിഞ്ഞിട്ട് ജോലികളെല്ലാം തീർന്നു എന്ന് വിചാരിച്ചിരുന്നപ്പോഴത്തേക്കും ഉണ്ട് ആമയുടെ സ്കൂളിൽ നിന്ന് മെസ്സേജ് വന്നേക്കുമായിരുന്നു. ഇതുപോലെ നെക്സ്റ്റ് ടൈമിലുള്ള ബുക്സ് എല്ലാം റാപ്പ് ചെയ്തിട്ട് കൊടുക്കണമെന്ന്. നെക്സ്റ്റ് ഡേ അവൾക്ക് ഇപ്പോഴും എക്സാം നടക്കുന്ന സമയമായിരുന്നു. ആ സമയത്താണ് ഞാൻ ഈ വീഡിയോ എടുത്തത് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഒരുപാട് ലേറ്റ് ആയി കഴിഞ്ഞാൽ പറ്റത്തില്ല. കാരണം ഇന്ന് ഹസ്ബൻഡിന് ഡ്യൂട്ടിക്ക് പോവേണ്ടതാണ്. അപ്പോൾ ഹസ്ബൻഡോട് പറഞ്ഞിട്ട് ഇതിൻ്റെ തന്നെ പോയിട്ട് റാപ്പ് ചെയ്യാനുള്ള പേപ്പറൊക്കെ മേടിച്ചുകൊണ്ട് വന്നു. അങ്ങനെ ഞാൻ അതും കൂടി കൈയോടെ റാപ്പ് ചെയ്ത് വെച്ചിട്ട് ഞാൻ ഈ ഒരു രീതിയിലാണ് ബുക്ക് റാപ്പ് ചെയ്യുന്നത്. ഇതെൻ്റെ അച്ഛൻ എനിക്ക് പറഞ്ഞു തന്നതാണ്, പണ്ട് പറഞ്ഞു തന്നതാണ്. അപ്പോൾ ഇങ്ങനത്തെ രീതിയിൽ ഇങ്ങനെ റാപ്പ് ചെയ്തിട്ട് നെയിം സ്ലിപ്പൊക്കെ എഴുതി നമ്മൾ പേരൊക്കെ എഴുതി എന്നിട്ട് സൈഡിൽ സെല്ലോ ടൈപ്പൊക്കെ വെച്ചിട്ട് ഒട്ടിച്ച് വേണം കൊടുക്കാനായിട്ട്. അപ്പം നമുക്ക് എത്രയൊക്കെ ഉത്തരവാദിത്തങ്ങളില്ലാന്ന് പറഞ്ഞാലും ഒന്നും നമ്മൾ ചെയ്യാതിരിക്കുന്നവരാണെന്ന് പറഞ്ഞാലും ഇതൊക്കെ നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ ചെയ്ത് കൊടുത്തേ പറ്റത്തുള്ളൂ അല്ലേ. അപ്പം ചെറിയ കുട്ടികളാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ അച്ഛനോ അമ്മയോ ഒക്കെ ഇതിൽ കൂടുതൽ ശ്രദ്ധിച്ചേ പറ്റത്തുള്ളൂ, പ്രത്യേകിച്ച് അമ്മമാർ. അപ്പം ഞാനത് കൈയോടെ ചെയ്തതാണ്. അപ്പോൾ എൻ്റെ ജോലി എല്ലാം കഴിഞ്ഞു എന്ന് വിചാരിച്ചിരുന്നപ്പോഴേക്കാണ് ഈ ഒരു പണിയും കൂടി വന്നത്. അപ്പോൾ അത് കൈയോടെ തന്നെ എല്ലാം
റെഡിയാക്കി വെച്ചു. അപ്പോൾ ആമി ഈവനിങ് സ്കൂൾ വിട്ട് വന്നപ്പോഴത്തേക്ക് അവൾക്ക് ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി. അപ്പോൾ അതൊക്കെ ഞാൻ ചെയ്തതാണ്. സാധാരണ ഇവർക്ക് വൈറ്റ് കളർ ഗ്ലാസ് പേപ്പറൊക്കെയാണ് ഇട്ട് പൊതിയേണ്ടത്. പക്ഷേ ഇത്തവണ ഇവരോട് ഇങ്ങനെ ബ്രൗൺ പേപ്പർ ഇട്ടിട്ട് റാപ്പ് ചെയ്യാനായിട്ട് പറഞ്ഞു കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഒത്തിരി പേരാണ് നല്ല നല്ല കമൻറ്റ്സ് അയച്ചത്. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. നമ്മുടെ വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെട്ട് ഇപ്പോഴും കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുന്ന ഓരോരുത്തരോടും എത്ര നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും വീഡിയോസ് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിച്ചേക്കൂ. എനിക്ക് അറിയാത്ത കാര്യമാണെങ്കിൽ ഞാൻ പഠിച്ചിട്ടൊക്കെ ചെയ്യത്തുള്ളൂ. കാരണം എനിക്ക് കുറച്ച് ടൈം വേണം. അപ്പോൾ ഈ ഒരു വീഡിയോയും ഞാൻ അതുകൊണ്ടാണ് ഇത്രയും ലേറ്റ് ആയത്. പിന്നെ ഞാനാണെങ്കിൽ ഇതിനിടയിൽ ഞങ്ങൾ ഇതുപോലെ വീട്ടിൽ പൈങ്കിളി എന്ന് പറഞ്ഞിട്ടൊരു മലയാളം മൂവി വന്നായിരുന്നു കേട്ടോ OTTയിൽ. അത് കാണുന്നുണ്ട്. അപ്പോൾ അത് ഇങ്ങനെ ഹസ്ബൻഡാണ് പറഞ്ഞത് കോമഡി മൂവിയാണെന്ന്. എനിക്കത് കണ്ടിട്ട് ഭയങ്കരമായിട്ട് ചിരി അടക്കാനായിട്ട് പറ്റിയില്ല. അത്രയ്ക്കും നല്ല സിനിമയായിരുന്നു കേട്ടോ. നമ്മുടെ ആവേശ സിനിമയിലെ അമ്പാൻ്റെ മൂവിയാണ്. ഭയങ്കര കോമഡി ആയിരുന്നു. ഭയങ്കരമായിട്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും കണ്ടിട്ട് ഭയങ്കരമായിട്ട് ചിരിച്ചു. അപ്പോൾ ആമി ഇല്ലാത്തപ്പോഴാണ് ഇങ്ങനത്തെ മൂവീസൊക്കെ നമ്മൾ കാണുള്ളൂ. അപ്പോൾ എന്തായാലും ആ ഒരു മൂവിയും കൂടി കണ്ടൊരു ദിവസമാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഒന്ന് കമൻറ്റ് ചെയ്തേക്കൂ. ചില സീനൊക്കെ കണ്ടപ്പോഴത്തേക്കും പൊട്ടിച്ചിരിച്ച് നമുക്ക് ചിരി നിർത്താനായിട്ട് പറ്റിയില്ല. അത്രയ്ക്കും നല്ല കോമഡിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഒരു വെറൈറ്റി സിനിമയായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയാൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കൂ. ലൈക്ക് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഒന്ന് ഹൈപ്പ് ചെയ്തേക്കൂ. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.